CBSE 9th നിന്ന് 10th എത്തിയ മക്കളായിരിക്കും നിങ്ങൾ. ഒരുപാട് പേർക്കുള്ള ഡൗട്ട് ആയിരിക്കും നിങ്ങളുടെ സിലബസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ള കാര്യം. മാത്സിന്റെ കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ മേഘ മിസ്സിനെ വിളിക്കാം. മേഘ മിസ് പറയൂ, എന്താണ് മാത്സിലെ സിലബസ് അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? മൈക്ക് തരാം, പറഞ്ഞോളൂ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇതാ മാത്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഈ വർഷവും നിങ്ങൾക്ക് വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് നോക്കി നോക്കാം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ. ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്പർ സിസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആൾജിബ്ര, കോർഡിനേറ്റ് ജോമെട്രി, ട്രിഗ്നോമെട്രി, മെൻസുറേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബിലിറ്റി. ഇത്രയാണ് ടോട്ടൽ നമുക്ക് 80 മാർക്സിലാണ് നമുക്ക് വരിക. അപ്പൊ നമുക്ക് ഓരോ ടോപ്പിക്സിൽ നിന്ന് വരുന്ന ചാപ്റ്റേഴ്സ്, ആ ചാപ്റ്റേഴ്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്നും പെട്ടെന്ന് ഓടിച്ചു നോക്കാം. നോക്കുമ്പോൾ നമുക്ക് മാറ്റങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം എന്താണോ പഠിക്കാനുള്ളത് തന്നെയാണ് പഠിക്കാനുള്ളത്. ജസ്റ്റ് ഇതിന്റെ PDF നമ്മൾ ഈ വീഡിയോന്റെ അവസാനം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെറ്റ് ആക്കി തരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിൽ നമുക്കറിയാം രണ്ട് ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് ആണ്. അതേപോലെ തന്നെ പിന്നെ പ്രൂഫ്സ് ഓഫ് ഇറാഷണാലിറ്റി. അപ്പൊ ആദ്യത്തിൽ തന്നെ നമ്മൾ എന്താണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എന്ന് പഠിക്കും. അതിൽ തന്നെ നമ്മൾ LCM എന്താണ്, HCF എന്താണ്, അതിന്റെ എല്ലാം ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഇറാഷണൽ ആയിട്ടുള്ള നമ്പേഴ്സിനെ എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് മാർച്ച് ചാപ്റ്ററിൽ. കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു ഉണ്ടായിരുന്ന, എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഒരു കാര്യങ്ങളും ഇല്ല. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മുടെ പോളിനോമിയൽസ് എന്ന് പറയുന്നത്. പോളിനോമിയൽസിലേക്ക് വരുമ്പോഴും ഇതേപോലെ തന്നെ ഫസ്റ്റ് പോളിനോമിയലിലെ സീറോ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഒരു പോളിനോമിയൽ നമുക്ക് തരും. നമ്മുടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന തന്നെയാണ് പോളിനോമിയൽ കേട്ടോ. അത് തന്നെയായിരുന്നു CBSE 9th ഉണ്ടായിരുന്ന തന്നെയായിരുന്നു. അപ്പൊ ഇവിടെ നമുക്കൊരു പോളിനോമിയൽ വരും, അതിന്റെ സീറോ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ സീറോസും കോഎഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻ, സീറോസും കോഎഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻ എന്താണ്, പിന്നെ അടുത്തതെന്ന് പറയുന്നത് എന്താണ്, അത്രയും മെയിൻ ആയിട്ടുള്ള ടോപ്പിക്. അപ്പൊ അത് വെച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, 2 ടോപ്പിക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഭയങ്കര കുഞ്ഞാ നിങ്ങൾ വിചാരിക്കരുത്. അതനുസരിച്ചുള്ള കുറെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, വെറൈറ്റി ഓഫ് പ്രോബ്ലംസ്. പെട്ടെന്ന് നോക്കുമ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് കാര്യമായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാച്ചിലാണെങ്കിലും യൂട്യൂബ് ലൈവിലൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഒറ്റ നോട്ടത്തിൽ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്ന 3rd ചാപ്റ്ററിൽ യാതൊന്നും ഡിലീറ്റഡ് ആയിട്ടില്ല. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കേസിലേക്ക് വരുമ്പോഴും സ്റ്റാൻഡേർഡ് ഫോമും എല്ലാം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷം ഉണ്ടായിരുന്നു. യാതൊന്നും ഡിലീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ കേസിലും ഡിലീറ്റഡ് ആയിട്ട് ഇതേവരെ ഒരു ടോപ്പിക്കും വന്നിട്ടില്ല. കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അടുത്ത നമ്മൾ കോർഡിനേറ്റ് ജോമെട്രി നോക്കുകയാണെങ്കിലും ഇതേ കാര്യം തന്നെയാണ്. ഡിസ്റ്റൻസ് ഫോർമുല ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൻ ഫോർമുല, ഇന്റേണൽ ഡിവിഷന് മാത്രമേ ഉള്ളൂ, എക്സ്റ്റേണൽ ഒന്നുമില്ല. ഇതും കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടായിരുന്ന തന്നെയായിരുന്നു. സെയിം കാര്യമാണ്. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നത്. ഇതിനടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോമെട്രിയിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ് ട്രയാങ്കിൾസ്. കണ്ടാൽ തന്നെ അറിയാം, ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളതും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് എപ്പോഴും സംശയമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ട്രയാങ്കിൾസ്. അതിന് കാരണമൊന്നുമല്ല, അതിൽ പഠിക്കാൻ കുറച്ചുണ്ട്. അത് മാത്രമല്ല, അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇങ്ങനെ തന്നെ വരും. ചില ടൈമിൽ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിലാണ്. അതുകൊണ്ടാണ് അതിനൊരു ഭയങ്കര ഡൗട്ടായിട്ട് എല്ലാ കുട്ടികളും പറയാം. ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ കുറെ ട്രയാങ്കിൾസ് ആണ് ഭയങ്കര ടഫ് എന്ന് എല്ലാവരും എപ്പോഴും പറയാറുണ്ട്. അതിന് പ്രത്യേകിച്ച് അതിന് വലിയ കാര്യമായിട്ട് ചാപ്റ്ററിലൊന്നും ശരിക്കും പഠിക്കാനില്ല. പക്ഷെ അതിന്റെ ആപ്ലിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകാറുണ്ട്. അതാണ് ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇതേപോലെ തന്നെ പ്രൂവ് ദാറ്റ് ആയിട്ടുള്ള കുറച്ച് തിയറംസും കാര്യങ്ങളും ഉണ്ട്. ആ തിയറത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിലാണ് BPT തിയറം കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ BPT തിയറം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന്റെ ഒന്നും പ്രൂഫ് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആണ് പഠിക്കേണ്ടത്. പ്രൂഫ് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ നമുക്ക് അതിന്റെ എല്ലാം തന്നെ ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ അതേപോലെ തന്നെ ജോമെട്രിയിൽ വരുന്ന നെക്സ്റ്റ് ചാപ്റ്റർ ആണ് സർക്കിൾസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഇതേപോലെ തന്നെ 2 തിയറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടുള്ള നമ്മുടെ ടാൻജന്റ്, ഒരു പോയിന്റ് വരുന്ന ടാൻജന്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത്. ട്രിഗണോമെട്രി ആണെങ്കിലും ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം പഠിക്കാനായിരുന്നു അതേ സംഭവം. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് ബേസ് ചെയ്തിട്ടുള്ള ഐഡന്റിറ്റീസ് ആയിക്കോട്ടെ. ചാപ്റ്റർ തന്നെയാണ് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസും അതേപോലെ തന്നെ അതിന്റെ ആംഗിൾസും വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഐഡന്റിറ്റീസ്, ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ട്രിഗ്നോമെട്രിയുടെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹൈറ്റ്, ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കുക ആ ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ areas related to circle മെൻസുറേഷന്റെ അണ്ടറിൽ വരുന്ന 2 ടോപ്പിക്സ് ഒക്കെയാണ്. പിന്നെ സർഫസ് ഏരിയസ് ആൻഡ് വോളിയൂംസ് ആയിക്കോട്ടെ. ഡിലീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നുമില്ല. ഈ ഭാഗത്തുനിന്ന് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കോൺസെപ്റ്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അത് നന്നായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് കേട്ടോ.
വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 ചാപ്റ്റേഴ്സ് ആണ് സ്റ്റാറ്റിയും അതുപോലെ തന്നെ പ്രോബബിലിറ്റിയും. സ്റ്റാറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മീൻ, മീഡിയൻ, മോഡ്, ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഗുഡ് ഡാറ്റയുടെ ആണ്. സെപ്പറേറ്റ് നിങ്ങൾക്ക് ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ച് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളും. കാൽക്കുലേറ്റർ ഇല്ല എന്നുള്ള ഒരു പ്രശ്നം ഒഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ കാൽക്കുലേഷൻ സ്പീഡാണ് അവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ പ്രോബിലിറ്റി നോക്കുകയാണെങ്കിലും കഴിഞ്ഞ വർഷം നമ്മൾ പ്രോബിലിറ്റി പഠിച്ചിട്ടുണ്ട്. അതിന്റെ ജസ്റ്റ് ഒന്നൊരു ലെവലൊന്നും മാറിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റാറ്റിക് പ്രോബിലിറ്റി ഒക്കെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് എന്താണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ ഈ ഒരു കാര്യം വരുന്നത്. ഓക്കെ, എങ്ങനെയാണ് മോഡലാണെന്നുള്ളതാണ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ NCERT ടെക്സ്റ്റ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. NCERT ബുക്സ് തന്നെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. എക്സാംപ്ലേഴ്സ് ചെയ്യുക, എക്സാമ്പിൾസ് നന്നായി ചെയ്ത് പഠിക്കുക, അങ്ങനെയൊക്കെയാണ് തന്നെ നല്ല മാർക്ക് എന്റെ കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ സിലബസിൽ ചേഞ്ചസ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോഷ്യലിൽ എനിക്ക് കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് എക്സ്ട്രാ ആഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അത് ഹരിസാർ വന്നിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഉടനെ നമ്മൾ ചാപ്റ്റർ വൈസ് ലൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. കാരണം നമ്മുടെ ബാച്ച് ക്ലാസ്സസ് ഒക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാച്ചിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ CBSE ലെക്ചർ ബാച്ചിന്റെ ഒപ്പം പഠിക്കാം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതിന് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. സോ അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടുപിട്ടാം. ടിൽ ദെൻ ബൈ ബൈ ഓൾ. താങ്ക് യു.